യൂട്യൂബിലെ തന്നെ പ്രമുഖ ടെക് ചാനലായ സാബ് സ്റ്റോക്ക് എന്ന ചാനലിലെ സാബിർ സാറാണ് എനിക്ക് ഗിഫ്റ്റ് തന്നത്. വേറെ ആരുമല്ല, സാബിർ സാർ. അപ്പോൾ അദ്ദേഹം യൂട്യൂബിൽ എങ്ങനെ വീഡിയോ ഇടണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പോലും അറിയില്ല കേട്ടോ. എങ്കിലും അങ്ങനെ വീഡിയോ ഒന്നും കാണാൻ ആരും ഉണ്ടാവില്ല എന്ന് സാറ് പറയും കേട്ടോ. അതിന് സാറോട് പറഞ്ഞു, സാറേ അതൊരു ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പോൾ സാറോട് പറഞ്ഞു, സാറേ അതിന് തോട് പുഴ അടക്കാൻ സാധ്യത 500 സംതിങ് സബ്ബൊക്കെ വന്നിട്ടുണ്ട്. അത് നോക്കണ്ട, സബ്ബൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ വീഡിയോ ഹായ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ഇപ്പോഴത്തെ നിയമം. പക്ഷേ എൻ്റെ ഒരു എനിക്കങ്ങനെ പറഞ്ഞാലേ സമാധാനം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനും ഒരാളെക്കുറിച്ച് പറയാനും പിന്നെ എൻ്റെ പുതിയ ചാനലിനെ കുറിച്ച് പറയാനും വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടാൽ നന്നാവുന്നു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് ഒരു ചാനലുണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു ചാനലുണ്ട് കേട്ടോ, ഇപ്പോഴും ഉണ്ട്. പിന്നെ അത് എന്തോ എനിക്കത് വലിയ സുഖമായി തോന്നിയില്ല. സുഖമായിട്ടല്ല പറയാം. അപ്പോൾ പിന്നെ ഞാൻ വേറെ ചാനൽ തുടങ്ങി. അതിൽ പുതിയ ചാനലിലേക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൽ പുതിയ ചാനലിൽ ഇപ്പോൾ അധികം ഷോർട്ട്സ് വീഡിയോ ആണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ഫസ്റ്റത്തെ ചാനൽ 2019 ഞാൻ തുടങ്ങിയത്. അങ്ങനെ കുട്ടികളെ ഓരോ എൻ്റെ മോളെ വീഡിയോയും ചെറുപ്പത്തിൽ കുറച്ച് വീഡിയോയും കാര്യങ്ങളും അങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ചാനൽ തുടങ്ങിയത്. നമ്മളെ ഫോണിലൊന്നും സ്ഥലം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ ഒക്കെ അവിടെ സേഫ് ആയിട്ടുണ്ടാവും. ഫോണിൽ സ്ഥലം അല്ലെങ്കിൽ അത് അവിടെ സേഫായി കിടക്കും എന്നുള്ളൊരു ചിന്ത വന്നതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ അങ്ങനെ അതിൽ വീഡിയോ ഇടാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു വർഷത്തിലൊക്കെ 2 ഇടും, പിന്നെ അവിടെ കിടക്കും. അങ്ങനെ ഇട്ട് പോകുന്നതായിരുന്നു. വലിയ മൈൻഡൊന്നും അതിന് കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു 2014 ഡിസംബറിലാണ് ഞാൻ ആ ചാനലിൽ ഇങ്ങനെ ഓരോ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങിയത്. അപ്പോഴും അറിയില്ല യൂട്യൂബിൽ എങ്ങനെ വീഡിയോ ഇടണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പോലും അറിയില്ല കേട്ടോ. എങ്കിലും അങ്ങനെ ഇട്ട് പോകുന്നു. വെറുതെ ഒരു ദിവസം 4 അപ്ലോഡ് ചെയ്യും. ഷോർട്സ് ഇട്ടോ, ലോങ് വീഡിയോക്ക് മൈൻഡേ കൊടുത്തിട്ടില്ല. പിന്നെ തോന്നുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യും, വാട്സപ്പിൽ സ്റ്റാറ്റസ് വയ്ക്കും. ഇങ്ങനെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ സ്റ്റാറ്റസ് വയ്ക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അറിയുന്നത് ഞാനൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. അങ്ങനെ കുറേ മണ്ടത്തരങ്ങൾ ചെയ്തിരുന്നു. എല്ലാവരോടും സബ്ബ് ചോദിക്കുക, എൻ്റെ വീഡിയോ കാണും, സബ്ബ് ചെയ്യും, ഞാൻ നിങ്ങളെ സബ്ബ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഇന്ന നാളെ ചെയ്യണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ യാചന നടത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്താലും എനിക്ക് ഇപ്പോൾ എന്തായാലും എൻ്റെ ആ പഴയ ചാനലിൽ 500 സംതിങ് സബ്ബൊക്കെ വന്നിട്ടുണ്ട്. അത് നോക്കണ്ട, സബ്ബൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ വീഡിയോ ഒന്നും അത്ര പെർഫെക്ഷൻ ആയിട്ടില്ല. പിന്നെ അങ്ങനെ ഞാൻ അപ്പോൾ എൻ്റെ കണ്ണിലൊരു ചാനൽ വിട്ടു. അതിന് മുൻപ് ഞാനൊരു വേറെ കാര്യം പറയാം. ഈ മൈക്ക് കണ്ടോ, ഇതെനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയത് കേട്ടോ. എങ്ങനെയെന്നല്ലേ, ആ വ്യക്തി ആരാന്നല്ലേ, അദ്ദേഹത്തെക്കുറിച്ച് എന്തായാലും പറയണം. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ അല്ലാതാവും. അപ്പോൾ ഈ ഒരു മൈക്ക് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത് വേറെ ആരുമില്ല, യൂട്യൂബിലെ തന്നെ പ്രമുഖ ടെക് ചാനലായ സാബ് സ്റ്റോക്ക് എന്ന ചാനലിലെ സാബിർ സാറാണ് എനിക്ക് ഗിഫ്റ്റ് തന്നത്. വേറെ ആരുമല്ല, സാബിർ സാർ. അപ്പോൾ അദ്ദേഹത്തിന് ആ വലിയ മനസ്സിന് ഒരുപാട് നന്ദി കേട്ടോ. എൻ്റെ വീഡിയോയിലൊന്നും പഴയ ചാനലിലെ വീഡിയോയിലൊന്നും സൗണ്ട് ഉണ്ടാവില്ല. കാരണം നമ്മൾ ഈ വോയിസെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ സൗണ്ടിൻ്റെ പ്രശ്നം അല്ലാതെ ഉണ്ട്. അപ്പോൾ അങ്ങനെ സാറ് പറയും, വോയിസ് ഇല്ലാതെ നിങ്ങൾ വീഡിയോ ഒന്ന് ആരാ കാണാൻ, നിങ്ങൾക്ക് യൂട്യൂബ് തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് സാധനങ്ങൾ വേണം, ട്രൈപോഡ്, മൈക്ക്, ഇങ്ങനെ ഈ 2 സാധനങ്ങൾ എന്തായാലും വേണം. അതില്ലാതെ നമ്മൾ വീഡിയോ എടുത്തിട്ട് ഒരു കാര്യമില്ല, നമ്മളെ വീഡിയോ ഒന്നും കാണാൻ ആരും ഉണ്ടാവില്ല എന്ന് സാറ് പറയും കേട്ടോ. അതിന് സാറോട് പറഞ്ഞു, സാറേ അതൊരു ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പോൾ സാറോട് പറഞ്ഞു, സാറേ അതിന് തോട് പുഴ അടക്കാൻ സമ്മതിക്കണം. നമ്മളൊക്കെ ഒരു ദിവസം പണിയെടുത്ത് അതുകൊണ്ട് കഴിയുന്ന ആൾക്കാരാണ്. അത് പീടിയിൽ നിന്ന് കുറച്ച് സാധനം കൊടുത്തു, കടക്കണമെങ്കിൽ അത് കഴിഞ്ഞു, പൈസ കാലിയായി. നമ്മളെ കിട്ടിയാലും പോകണം. പിന്നെ എനിക്ക് പിന്നെ ചെറിയ കുട്ടികളായതുകൊണ്ട് പിന്നെ പോകാനില്ല, ഒരു സെറ്റപ്പും കാര്യമൊന്നുമില്ല. പിന്നെ ഏട്ടൻ എടുത്തിട്ട് വേണ്ടേ. അപ്പം അങ്ങനെയൊക്കെ തന്നെ കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ട് തന്നെ പോകണം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. പിന്നെ ആ ഒരു ഇതിങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഭ്രാന്ത്, മോൻ അങ്കലാടി പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ഭ്രാന്ത് തുടങ്ങിയത്. എന്താ ഫോണിൽ വെറുതെ നെറ്റ് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എന്താ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് യൂട്യൂബിൽ ഇട്ടാൽ വെറുതെ അവിടെ കടന്നോട്ടെ എന്നുള്ള ഭാവത്തിലാട്ടോ. പൈസ കിട്ടും അങ്ങനത്തെ ചിന്താഗതിയൊന്നുമില്ല. പക്ഷേ പുറമേ നിന്ന് കാണുന്നവർക്ക് എന്താ പറയുന്നത്, ചോദിക്കുന്നത്, പൈസ കിട്ടി തുടങ്ങിയെന്നാണ്. പക്ഷേ നമുക്കറിയാലോ പൈസ കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ലേ എന്ന്. അതിനൊക്കെ എത്രയോ പണിയുണ്ട്, എത്രയോ കയ്യണം പൈസയും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ. അവരോട് പറയാൻ പറ്റുമല്ലോ, പറഞ്ഞിട്ടും കാര്യം അവർക്ക് മനസ്സിലാവില്ല. പക്ഷേ പൈസ കിട്ടുന്നുണ്ടോ ചോദിക്കും, പൈസ കിട്ടുന്നുണ്ട് കാര്യം, ഞാൻ നാളെ കാറ് വാങ്ങുന്നൊക്കെ പറയും. അങ്ങനെ അതടക്കട്ടെ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിലെത്തിപ്പെട്ടതെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഓരോ യൂട്യൂബിനെ കുറിച്ച് പഠിക്കണമെന്ന് എനിക്കിങ്ങനെ തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എന്തോ കുറേ ചാനലുകൾ കണ്ടു, എനിക്ക് ടെക് ചാനൽ. പക്ഷേ അതൊന്നും എനിക്ക് അത്ര വലിയ ഒരു സംതൃപ്തി വന്നില്ല. പിന്നെ എനിക്ക് ഇഷ്ടമായതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഈ ഒരു ചാനൽ സാബിർ സാറിൻ്റെ സാബ് സ്റ്റോക്ക് എന്ന ചാനൽ എൻ്റെ കണ്ണിൽ പെട്ടു. അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോയും കാര്യങ്ങളും കാണുമ്പോൾ എന്തോ ഒരു സത്യസന്ധത എനിക്ക് ഫീൽ ചെയ്തിട്ടോ. ഒന്നും ഇല്ലാത്തതൊന്നും സാറിൻ്റെ വീഡിയോയിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു തോന്നൽ, ആ ഒരു അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എനിക്ക് പറ്റിയൊരു ചാനൽ ഇതാവുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ ആ സാറിൻ്റെ നമ്പർ എടുത്തിട്ട് അതിൽ പിന്നെ അങ്ങനെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ എത്രയോ ഫീ ഉണ്ടായിരുന്നു. എനിക്ക് 200 തോന്നുന്നത് എനിക്ക് കേട്ടോ അന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ അതൊക്കെ കൊടുത്ത് അങ്ങനെ അതിൽ ആഡായി കഴിഞ്ഞപ്പോൾ ഞാനൊക്കെ ആടാകുമ്പോൾ 7 ആൾക്കാരൊക്കെ ഉള്ളായിരുന്നു. ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ നിൽക്കുമ്പോൾ ആ ഗ്രൂപ്പിൽ 100 സംതിങ് മെമ്പേഴ്സ് ഉണ്ട്. അങ്ങനെ ഞാൻ അതിൽ ആഡായി. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ കേട്ടപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ചെയ്തത് ഫുള്ള് മണ്ടത്തരങ്ങളാണെന്ന് മനസ്സിലായത്. അപ്പോൾ
അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ ആ ഒരു വീഡിയോ ഇടേണ്ടതും അങ്ങനെ ഇങ്ങനെ അതിനെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും ആ ഗ്രൂപ്പിൽ ഇങ്ങനെ പറഞ്ഞു തന്നു. പിന്നെ ആ ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ഐക്യമാണ് കേട്ടോ ഗ്രൂപ്പിന്. കുറേ മെമ്പേഴ്സ് ഉണ്ട്. അപ്പം ആ മെമ്പേഴ്സും എല്ലാവരും തമ്മിൽ നല്ലൊരു അടുപ്പുണ്ട്. ആ അടുപ്പം പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ കയറിയാൽ മതി. അപ്പോൾ ആ ഒരു വിഷമമൊക്കെ പെട്ടെന്ന് പോകും കേട്ടോ. അങ്ങനെ കുറേ ആൾക്കാർ ആ ഗ്രൂപ്പിൽ നിന്ന് മോണിറ്റേഴ്സ് ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സാറിൻ്റെ ഒരു മിടുക്ക് കൊണ്ടും സാർ ഓരോ ടിപ്സ് പറയും. വീഡിയോ കാര്യങ്ങൾ ചെയ്ത് ഉഷാറാവിടെ നമ്മളാട്ടോ. അത് വേറെ കാര്യം. സാറിന് മോണിറ്റൈസ് ആക്കി തരാനും സബ്ബാക്കി തരാനും വാച്ച് അവർ കൂട്ടി തരാനും സാറിന് കഴിയില്ല. സാറിന് വേണ്ടത് സാർ ചെയ്ത് തരും. നമ്മൾ വീഡിയോ എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം, എന്തൊക്കെ അതിൽ ശ്രദ്ധിക്കണം, തമ്പനയിൽ എങ്ങനെ ചെയ്യണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ സാർ പറഞ്ഞു തരും. ഒരു വീഡിയോ എങ്ങനെ എടുക്കണം എന്ന് പോലും സാർ പറഞ്ഞു തരും. അങ്ങനെ ഞാൻ ആ ഒരു നമ്പർ കണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് ആ ഗ്രൂപ്പിൽ ആഡായി. ഇപ്പോൾ ഇതുവരെ എത്തി നിൽക്കുന്നത് കുറേ യൂട്യൂബിൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ച് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇത്രയും കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അപ്പോൾ എനിക്കൊരു പുതിയ ചാനൽ തുടങ്ങി അതിൽ വീഡിയോ ഇട്ട് ഉഷാറാക്കണം എന്ന് എനിക്കൊരു തോന്നൽ വന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയത്. ചാനലിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ കണ്ടിട്ട് നോക്കിക്കൊണ്ട് ചിലപ്പം അത് പേര് മാറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പം അങ്ങനെ താൽക്കാലികമായിട്ട് അങ്ങനെ ഒരു പേരിട്ടുണ്ട്. എൻ്റെ മക്കളെ പേര് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും കണ്ട് ഇഷ്ടമായാലൊക്കെ ഒന്ന് സബും ലൈക്കൊക്കെ ചെയ്യാം. നമുക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവണം എന്നൊരു തോന്നൽ ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ ജീവിതമല്ലേ, ജീവിതം ഒന്നുള്ളൂ. അതപ്പോൾ എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുമോ ആസ്വദിച്ച് അടിച്ച് പൊളിച്ച് ജീവിക്കുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സക്സസ് ആവട്ടെ. അപ്പോൾ അതിന് വീഡിയോ കാണുമല്ലോ കമൻറ്റ് ഇടണം കേട്ടോ. അതിനുണ്ടോ ഈ മൈക്കിൽ കണ്ടോ ഇത്രേ സാധനങ്ങൾ എനിക്ക് സാറ് തന്നതാണ്. 2 മൈക്ക് ഉണ്ട് കേട്ടോ. ഇതിലൊരു മൈക്ക് ഞാൻ വിളിച്ച് സംസാരിച്ചു. മൈക്കല്ലാതെ സംസാരിച്ച ഒരു വോളിയം കേൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗിഫ്റ്റ് പൊട്ടിച്ചപ്പോൾ തന്നെ മൈക്ക് വെച്ച് സംസാരിച്ചിട്ടോ. പിന്നെ അത് മേടിക്കാൻ പോകുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ഞാനതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും സാറെ പുകഴ്ത്താൻ വേണ്ടി പറയല്ല. എനിക്ക് കിട്ടിയ ഒരു ജീവിക്കുന്ന സത്യം എന്ന് പറയില്ല. അതാണ് കണ്ണൂർ കിടക്കുന്ന സാറ്. ഇപ്പോൾ എനിക്ക് മലപ്പുറത്ത് കിടക്കണമെങ്കിൽ ഗിഫ്റ്റ് അയച്ചു തരണമെങ്കിൽ ആ സാറിൻ്റെ ആ മനസ്സിൻ്റെ വലിപ്പൊന്ന് ചിന്തിക്കുന്നത് വേണം. അപ്പോൾ യൂട്യൂബിൽ എത്ര ടെസ്റ്റ് ചാനലുകാർ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അറിവിൽ ആദ്യമായിട്ടോ എനിക്കെന്നല്ല കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. ഷബന പട്ടാമ്പി പറഞ്ഞൊരു സാറിൻ്റെ ഗ്രൂപ്പിൽ തന്നെ ഒരു യൂട്യൂബർ ഉണ്ട്. ഉൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉൾപ്പം മോണിറ്റൈസ് ആവാനായിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സാർ ചെയ്യുന്നുണ്ടാവും. പിന്നെ എന്ന് വെച്ചാൽ സാറിന് വേറൊരു പുതിയൊരു ചാനൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒരു കാലം എന്ന് പറഞ്ഞാണ് ആ ചാനലിൻ്റെ പേര്. അപ്പോൾ ഈ ചാനലിൻ്റെ ആ ഒരു ലിങ്കും കാര്യം ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ ആ ചാനലിൽ നമുക്കും പങ്കെടുക്കാം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കും വേണമെങ്കിലും ആ ഒരു ചാനലിൽ ഒരു അംഗമാവാട്ടോ. എങ്ങനെയെന്ന് വെച്ചാൽ സാറിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. അതിൻ്റെ ഒരു സംഭവം എന്താ വെച്ചാൽ നമ്മളെ ഈ പണ്ടത്തെ കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. നമ്മൾ ഓരോ ചെറുപ്പത്തിലെ ശ്രുതി അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുക. ചർച്ച ഒരു കഥ രൂപത്തിലാക്കിയിട്ട് അവിടെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് സാറ് ഒരു വീഡിയോ ആക്കിയിട്ട് ആ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യും. ആ ചാനലിൻ്റെ പേരാണ് അതൊക്കെ ഒരു കാലം. അപ്പോൾ ഇതിൽ 2 വീഡിയോ ആയിട്ടുള്ളൂ. ഇനി ആർക്കെങ്കിലും അങ്ങനത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഓരോ വീഡിയോ ഇപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ എന്നുള്ളൊരു രീതിയിലാണ് സാർ ആ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അതിൽ ഞാനിപ്പോൾ ഇടുന്ന വീഡിയോക്ക് എന്തെങ്കിലും ഒരു വരുമാനമായി കഴിഞ്ഞാൽ അതിൻ്റെ പകുതി എനിക്ക് പകുതി ആ ചാനലിലെ അതിൻ്റെ ഉടമയ്ക്കാവും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയൊക്കെ സാറ് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു വരുമാനം ആവട്ടെ എന്നുള്ള രീതിയിൽ സാറ് കുറേ മെനക്കെടുന്നുണ്ട്. കഥ കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ ആ ഒരു ചാനലിൻ്റെ ലിങ്കിൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ. ഇനി കൂടുതൽ നല്ല വീഡിയോ ആയിട്ട് ഞാൻ പുതിയൊരു ചാനൽ വരും. നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം. ഇഷ്ടപ്പെട്ടാൽ മതം ചെയ്താൽ മതി. സപ്പോർട്ട് ചോദിക്കരുത് എന്നാണ് പറഞ്ഞത്. എന്നാലും ചോദിക്കുകയാണ്. അപ്പോൾ ഓക്കെ.